الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الذي خلقكم من نفس واحدة وجعل منها زوجها ليسكن إليها فلما تغشاها حملت حملا خفيفا فمرت به فلما أثقلت دعوا الله ربهما لئن آتيتنا صالحا لنكونن من الشاكرين فلما آتاهما صالحا جعلا له شركاء فيما آتاهما فتعالى الله عما يشركون أيشركون ما لا يخلق شيئا وهم يخلقون ولا يستطيعون لهم نصرا ولا أنفسهم ينصرون صدق الله. സഹോദര സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മനസ്സിലാക്കി അംഗീകരിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യും. ശിർക്കുമായി ബന്ധപ്പെട്ട അതിൻ്റെ രണ്ട് വശങ്ങൾ സഹോദര സഹോദരിമാരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ഖുത്ബ ആരംഭിക്കുന്നത്. ഏതാനും മിനിറ്റുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയുന്ന വിഷയമല്ല അത്. അതുകൊണ്ട് ഒരു പക്ഷേ തുടരേണ്ടി വരും. കുറേയധികം അന്വേഷണങ്ങളും കേൾക്കുന്നവരുടെ മനസ്സിൽ ഉടലെടുക്കാൻ സാധ്യതയുമുണ്ട്. ഒരു ശരീരത്തിൽ നിന്ന് നിങ്ങളുടെ സൃഷ്ടിപ്പ് തുടങ്ങി. അത് അല്ലാഹുവാണ്. ആ ശരീരത്തിൽ നിന്നാണ് അതിൻ്റെ ഇണയെ രണ്ടുപേരും കൂടിച്ചേർന്നുകൊണ്ട് സായുജ്യം നേടുവാൻ അല്ലാഹു സൃഷ്ടിച്ചത്. അങ്ങനെ അവർ രണ്ടുപേരും ജീവിതം ആസ്വദിക്കുമ്പോൾ പരസ്പരം അവരാവരണം ചെയ്തു.
അപ്പോൾ അവൾ ഒരു നേരിയ ഗർഭം ചുമന്നു. അവൾ അറിയാതെ തന്നെ ആ ഗർഭവുമായി അവൾ നടന്നു. പിന്നെ അത് ഭാരമുള്ളതായി. തുടർന്ന് പ്രസവമാണ് നടക്കുക. പ്രസവിക്കപ്പെടുന്ന കുഞ്ഞിന്റെ മാതാവും പിതാവുമാകണമെന്ന ആഗ്രഹത്തോടുകൂടി അവർ അവരുടെ രക്ഷിതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ഞങ്ങൾക്കൊരു നല്ല കുട്ടിയെ രക്ഷിതാവെ നീ തരികയാണെങ്കിൽ ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും. ആ രക്ഷിതാവ് അവർക്ക് ഒരു നല്ല കുട്ടിയെ നൽകി. ആ നല്ല കുട്ടിയെ അവർക്ക് കിട്ടിയപ്പോൾ ആ രക്ഷിതാവിൽ അവർ പങ്കുചേർക്കുകയാണ് ചെയ്തത്. ആര് പങ്കുചേർക്കുന്നതിൽ നിന്നും അതീതനാണല്ലോ അല്ലാഹു. ഇവർ പങ്കുചേർക്കുന്നത് ആരെയാണ്? ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ലാത്തവരെയാണല്ലോ ഇവർ പങ്കുചേർക്കുന്നത്. അല്ല, അതിനേക്കാൾ വലിയ അത്ഭുതം, ആരെയാണോ അവർ പങ്കുചേർത്തത് അവർ തന്നെ സൃഷ്ടികളാണ്. അവരെ പോലെയുള്ള സൃഷ്ടികൾ, അതിനെയാണല്ലോ അവർ പങ്കുചേർത്തത്. മാത്രമോ, ഇവരെ സഹായിക്കുവാൻ അവർക്ക് കഴിയുകയില്ല എന്നതല്ല അത്ഭുതം. അവരാരെയാണോ പങ്കുചേർത്തത് അവരെ പോലും സഹായിക്കുവാൻ അവർക്ക് കഴിയില്ല. സ്വന്തത്തെ സഹായിക്കാൻ കഴിയാത്ത ഇവരീ പങ്കുചേർത്തിട്ടുള്ള വസ്തുക്കൾ അവരെ സഹായിക്കുമെന്നാണല്ലോ അവർ കരുതുന്നത്. അതിനുമപ്പുറം നേരായ വഴിയിലേക്ക് അവരെ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ആ വഴി അവർ പിൻപറ്റുകയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവരെ വിളിക്കുന്നതും വിളിക്കാതിരിക്കുന്നതും ഒരുപോലെയാണ്. അള്ളാഹുവിനെ വിട്ടുകൊണ്ട് നിങ്ങൾ വിളിക്കുന്ന മുഴുവൻ കൃത്രിമ ദൈവങ്ങളും നിങ്ങളെപ്പോലെയുള്ള അടിമകളും ദാസന്മാരും മാത്രമാണ്. വേണമെങ്കിൽ വിളിച്ചു നോക്കൂ. നിങ്ങളെ വിളി അവർ കേൾക്കുന്നുണ്ടോ? അവരെ നിങ്ങളെ രക്ഷിക്കുമെന്ന നിങ്ങളുടെ വാദം ശരിയെങ്കിൽ അതൊന്ന് പരീക്ഷിച്ചുകൂടെ? എല്ലാവർക്ക് നടക്കാൻ പറ്റുന്ന കാലുകളുണ്ടോ? പിടിക്കാൻ പറ്റുന്ന കൈകളുണ്ടോ? കാണാൻ പറ്റുന്ന കണ്ണുകളുണ്ടോ? കേൾക്കാൻ പറ്റുന്ന കാതുകളുണ്ടോ? പറയൂ ഇവരോട്. അല്ല, അങ്ങൊരു വെല്ലുവിളി നടത്തൂ. നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ കൃത്രിമ ദൈവങ്ങളെയും വിളിച്ചോളൂ. എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് എനിക്കെതിരിൽ തന്ത്രങ്ങൾ മെനഞ്ഞെടുത്തോളൂ. കാലതാമസം വേണ്ട, വൈകിക്കേണ്ട, വേഗം അത് ചെയ്തോളൂ. എന്നെ രക്ഷിക്കുന്നവൻ, എനിക്ക് നിയമസംഹിത നൽകിയിട്ടുള്ള അല്ലാഹു ആരാണോ അവൻ മാത്രമാണ്. ഇന്ന വലിയ അല്ലാഹ് അല്ലദീ നസ്സലൽ കിതാബ്. മനുഷ്യ സമൂഹത്തിന്റെ ജീവിതത്തിൽ പകർത്തുവാൻ ആവശ്യമായ നിയമങ്ങളടങ്ങിയ സംഹിത എനിക്കാരാണോ ഇറക്കിത്തന്നത് അവനാണ് എന്നെ രക്ഷിക്കുന്നവൻ, നിങ്ങളാരുമല്ല. നിങ്ങൾക്കാർക്കും എന്നെ രക്ഷിക്കാൻ കഴിയില്ല, ആരെയും രക്ഷിക്കാൻ കഴിയില്ല. ഏതോ ഒരു ഇലാഹിന്റെ, പടച്ചവന്റെ രക്ഷാകർതൃത്വത്തിലാണ് നിങ്ങൾ. വഹുവ യതവല്ല സ്വാലിഹീൻ. നല്ലവരായ മനുഷ്യരുടെ മുഴുവൻ രക്ഷാകർതൃത്വം അവനാണ് ഏറ്റെടുത്തിട്ടുള്ളത്. എല്ലാ നല്ല മനുഷ്യരെയും രക്ഷിക്കുന്നവൻ അവനാണ്, എന്നെ രക്ഷിക്കുന്നതും അവനാണ്.
ആരാണവൻ? എനിക്കും നിങ്ങൾക്കും ഭൂലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ജീവിക്കുവാൻ പറ്റിയ ഒരു നിയമസംഹിത അവതരിപ്പിച്ചു തന്നവൻ. അവനെയാണ് എന്റെ രക്ഷകനായി ഞാൻ കാണുന്നത്. ആ രക്ഷകനെ ഞാൻ രക്ഷകനായി സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഴുവൻ കൃത്രിമ ദൈവങ്ങളെയും വിളിച്ച് ഒരുമിച്ച് കൂട്ടിയിട്ട് നിങ്ങൾ എനിക്കെതിരിൽ തന്ത്രങ്ങൾ മെനഞ്ഞോളൂ. വൈകിക്കണ്ട, ഇപ്പോൾ തന്നെ ആയിക്കൊള്ളട്ടെ. ഒരു വല്ലാത്ത വെല്ലുവിളിയുമായി ആ വിഷയത്തിന്റെ ഒരു ഭാഗം അവസാനിപ്പിക്കുക. ശിർക്കിലേക്ക് കടന്നു പോകുന്നു ഈ ചർച്ച. ശിർക്ക് എന്ത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഭൂലോകത്തിലെ മഹാഭൂരിപക്ഷം. പലർക്കും എന്താണ് ശിർക്ക് എന്ന് ബോധ്യമായിട്ടില്ല. കുരുടന്മാര് ആനയെ കണ്ടതുപോലെ ശിർക്കിനെ തപ്പിത്തടയുകയാണ് ജനങ്ങൾ. പലതിനെയും ശിർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ശിർക്ക് എന്താണെന്ന് മനസ്സിലാകാതെ കൂരിരുട്ടിൽ തപ്പിത്തടയുന്നു മനുഷ്യൻ. ഇവിടെ വളരെ ലളിതമായ, മനുഷ്യർക്ക് വളരെ വേഗം മനസ്സിലാകുന്ന കുറേ കാര്യങ്ങൾ അവനവന്റെ സ്വന്തം ബുദ്ധിയിൽ തന്നെ കൊണ്ടുവരാൻ കഴിയുന്നത്. ഒരുപാട് ദൈവങ്ങളെ പൂജിക്കുന്ന മനുഷ്യരുണ്ട്. ഒരേ ഒരു ദൈവത്തെ മാത്രം പൂജിക്കുന്ന മനുഷ്യരും ഉണ്ട്. ഇവർക്കെല്ലാം വ്യത്യസ്തമായ ആരാധനാ കേന്ദ്രങ്ങളും പൂജാ വഴിപാടിന്റെ കേന്ദ്രം എന്നാണ് അതിന് പറയുന്നത്. ഏകനായ പടച്ച തമ്പുരാനെ മാത്രം പൂജിക്കുവാനുള്ള കേന്ദ്രങ്ങളുണ്ട്. മനുഷ്യർ പ്രതിഷ്ഠിച്ച ദൈവങ്ങളെ പൂജിക്കുവാനുള്ള കേന്ദ്രങ്ങളുമുണ്ട്. എണ്ണമറ്റ ദൈവങ്ങളെ പൂജിക്കുന്ന ആളുകൾ അവരുടെ ക്ഷേത്രങ്ങളിലോ അമ്പലങ്ങളിലോ പൂജാകേന്ദ്രങ്ങളിലോ അവർ പൂജിച്ച് തിരിച്ചു പോകുന്നത് കൊണ്ട് ഈ ലോകത്ത് ആർക്കെങ്കിലും വല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ആർക്കെങ്കിലും? അവരവരുടെ പൂജാകേന്ദ്രങ്ങളിൽ വന്ന് പൂജ നടത്തി അവരുടെ കർമ്മങ്ങളും നടത്തി അവർ തിരിച്ചു പോകുന്നു. ഈ ലോകത്ത് മറ്റേതെങ്കിലും മനുഷ്യർക്ക് അതുകൊണ്ട് വല്ല ദോഷവും ഉണ്ടോ? ഏകനായ ഒരു അല്ലാഹുവിനെ മാത്രം പൂജിക്കുവാൻ വേണ്ടി സ്ഥാപിതമായ കേന്ദ്രങ്ങളിൽ വന്നുകൊണ്ട് ആ അല്ലാഹുവിനെ മാത്രം ആരാധിച്ച് തിരിച്ചു പോകുന്ന ആളുകളെ കൊണ്ട് ലോകത്തിന് വല്ല ഗുണവുമുണ്ടോ? അവരിൽ നിന്നില്ലാത്ത ഒരു ഗുണം, ഇവരിൽ നിന്നില്ലാത്ത ഒരു ദോഷം, ഈ രണ്ട് വിഭാഗത്തെയും നമ്മൾ തുലനം ചെയ്യുമ്പോൾ കാണാറുണ്ടോ? കൂടുതൽ വിശദീകരിക്കേണ്ടതില്ലല്ലോ, മനസ്സിലാവും. ഒരു വിഭാഗം ആളുകൾ ക്ഷേത്രങ്ങളിൽ പോയി, വേറൊരു വിഭാഗം ആളുകൾ കനീസയിൽ പോയി. ഇനിയും ഒരുപാട് ആളുകൾ മസാജിദുകളിൽ പോയി. ഞാൻ പേര് പറഞ്ഞിട്ടില്ലാത്ത ഒരുപാട് ആരാധനാ കേന്ദ്രങ്ങളിൽ പോയി. അവരൊക്കെ പൂജകളും വഴിപാടുകളും പ്രാർത്ഥനകളും നടത്തി തിരിച്ചു പോകുന്നു. ആ ആരാധനാ കേന്ദ്രങ്ങളിൽ പോയി പൂജ നടത്തിയതുകൊണ്ട് മാത്രം അവർ ആരെയും ഉപദ്രവിക്കുന്നില്ല. അവരുടെ പൂജകൾ മറ്റുള്ളവർക്ക് ഉപദ്രവകരമായി തീരുന്നുമില്ല. ശബ്ദമലിനീകരണമുണ്ടാവും, അതെല്ലാവരിലും ഉണ്ടാവും. അതങ്ങോട്ട് മാറ്റി നിർത്തിയാൽ അതേപോലെ തന്നെ അവരുടെ പൂജാ വഴിപാടുകൾ കൊണ്ടോ ആരാധനാരീതികൾ കൊണ്ടോ മറ്റുള്ളവരിലേക്ക് വിട്ടുകിടക്കുന്ന വല്ല നന്മയും അവരിൽ വളർന്നു വരുന്നുണ്ടോ? മനുഷ്യർ പ്രതിഷ്ഠിച്ച പ്രതിഷ്ഠകളുടെ മുമ്പിൽ വന്നുകൊണ്ട് പ്രാർത്ഥനകൾ നടത്തി തിരിച്ചു പോകുന്ന ആളുകൾ ആ പ്രാർത്ഥനയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അവർ കടന്നു പോകുന്ന വഴികളിലൊക്കെ മറ്റുള്ള ജീവജാലങ്ങൾക്ക് ഉപദ്രവകരമായി വല്ലതും ചെയ്യാറുണ്ടോ? മറിച്ച് അവർ കടന്നു പോകുമ്പോൾ തിരിച്ചു പോകുന്ന അവരുടെ വഴിയിൽ കാണുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന വല്ലതും
ചെയ്യുവാനുള്ള പ്രേരണയും നേടിക്കൊണ്ടാണോ അവർ ഈ ആരാധനാലയങ്ങളിൽ നിന്ന് പോകുന്നത്? ലോകരക്ഷിതാവായ അല്ലാഹുവിനെ മാത്രം ആരാധന നിർവഹിച്ചുകൊണ്ട് പള്ളികളിൽ നിന്നും മസാജിദുകളിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ, കയറി വരുമ്പോൾ അവരിൽ ഉണ്ടായിരുന്ന നല്ലതോ ചീത്തയോ ആയ ഗുണങ്ങൾ ഏതെങ്കിലും ഒന്ന് ഉണ്ടാക്കുകയോ കൂട്ടുകയോ കുറക്കുകയോ ചെയ്തുകൊണ്ട് തിരിച്ചു പോകാറുണ്ടോ? എന്തിനെ ഈ കർമ്മങ്ങൾ നിർവഹിച്ചു? കർമ്മം എന്നതിന് പറയാൻ പറ്റുകയില്ല. പൂജകൾ എന്തിനു നിർവഹിച്ചു? എന്തായിരുന്നു അതിന്റെ പ്രേരകം? അതുകൊണ്ട് അവർ നേടിയ ഫലം എന്തായിരുന്നു? അത് നിർവഹിക്കുന്നവരെ കൊണ്ട് ലോകത്തിനെന്ത് ദോഷമുണ്ടായി? അത് നിർവഹിക്കുന്നവരെ കൊണ്ട് ലോകത്തിനെന്ത് ഗുണമുണ്ടായി? തന്നെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക്, തന്നെക്കാൾ ഉയർന്ന ജന്തുക്കൾക്ക്, ജീവജാലങ്ങൾക്ക്, തന്നെക്കാൾ താഴ്ന്ന മറ്റു പ്രാണികൾക്ക് ഈ ആരാധനാ ചടങ്ങുകളിലൂടെ നേടിയെടുക്കുവാൻ കഴിഞ്ഞ നേട്ടങ്ങൾ എന്താണ്? ഇതൊരന്വേഷണം നമ്മൾ നമ്മുടെ സ്വന്തം മനസ്സിനോട്, നമ്മുടെ സ്വന്തം ബുദ്ധിയോട് നിർത്തേണ്ടതില്ലേ? ഇവിടെ നമ്മൾ ഒന്നിനെ തൗഹീദ് എന്ന് പറയുന്നു, വഹ്ദാനിയത്ത് എന്നാണ് പറയേണ്ടത്. പറഞ്ഞു പോരുന്ന തൗഹീദാണെങ്കിലോ അതുകൊണ്ട് മനസ്സിലാവും തൗഹീദ് എന്ന് പറയുന്നു. അതിനപ്പുറമുള്ളതിനെ നാം ശിർക്ക് എന്ന് പറയുന്നു. ഇതിന്നും ഇന്നലെയുമല്ല, മനുഷ്യാരംഭം മുതൽ തന്നെ അതിന്റെ തുടക്കം കുറിച്ചു എന്ന് ഒരു ഉപമയിലൂടെ പടച്ചതമ്പുരാൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. രണ്ട് ഇണതുണകൾ അവർ നിയമാനുസൃതമായ മാർഗത്തിലൂടെ അവർ പരസ്പരം ആവരണം ചെയ്തപ്പോൾ, അതൊക്കെ ഖുർആനിന്റെ വളരെ മഹോന്നതമായ ഒരു പ്രത്യേക ശൈലിയാണ്. മനുഷ്യന് കേൾക്കുമ്പോൾ അറപ്പ് തോന്നാത്ത, എന്നാൽ വലിയ കാര്യം പറയുമ്പോൾ സൂചനകളിലൂടെ ബോധ്യപ്പെടുത്തുന്ന ലിയസ്കുന ഇലൈഹ ഫലമ്മാ തഗശ്ശാഹ, അതിന്റെ സാധാരണ പറയുന്ന പ്രയോഗമല്ല. അവർ രണ്ടുപേരും കൂടിച്ചേർന്നത് എന്തിന്? സമാധാനത്തിന്, ശാന്തിക്ക്, സ്നേഹത്തിന്, കാരുണ്യത്തിന്. അതിനപ്പുറമുള്ളത് ഇതിന്റെ എല്ലാം ഉപരിയിൽ നീതിക്ക്. നീതിയുടെ അഭാവത്തിൽ ഇപ്പറഞ്ഞതൊന്നിനും വിലയില്ല. ലിയസ്കുന ഇലൈഹ, അവർ രണ്ടുപേരും സായുജ്യമടയുവാൻ, സുഖവൻ, മനസ്സമാധാനം, ശാന്തി, ജീവിതത്തിൽ ശാന്തി, ആ ശാന്തി നുകരുവാൻ അവർക്കാവശ്യമാണ് സ്നേഹം. സ്നേഹം നിലനിൽക്കുവാൻ ആവശ്യമാണ് കാരുണ്യം. ആ കാരുണ്യവും സ്നേഹവും ഒക്കെ അർത്ഥവത്താകണമെങ്കിൽ അവരുടെ ജീവിതത്തിലെ മുഴുവൻ ചലനങ്ങളും നീതിയിൽ അധിഷ്ഠിതമായിരിക്കണം. അനീതി ഉണ്ടാകാൻ പാടില്ല. അതിനാണ് ഏറ്റവും കൂടുതൽ വില. അങ്ങനെ അവർ ജീവിക്കുമ്പോൾ ഫലമ്മാ തഗശ്ശാഹ, പൊതിഞ്ഞപ്പോൾ അവർ, റഷ്യ എന്നതാണല്ലോ ആവരണം ചെയ്തപ്പോൾ, അതൊരു വലിയ മനുഷ്യജീവിതത്തിലെ വലിയൊരു യാഥാർത്ഥ്യത്തിന്റെ ആലങ്കാരിക പ്രയോഗമാണ്. അതങ്ങൾ തുറന്നു പറഞ്ഞാൽ മനുഷ്യന് അറപ്പ് തോന്നും, പറയുന്ന ആളോട് വെറുപ്പ് തോന്നും, കേൾക്കുമ്പോൾ ലജ്ജ തോന്നും. അതുകൊണ്ട് തുറന്നു പറയാതെ ഫലമ്മാ തഗശ്ശാഹ, അവർ പൊതിഞ്ഞപ്പോൾ, ആവരണം ചെയ്തപ്പോൾ, ഹമലത്ത് ഹംലൻ ഖഫീഫൻ ഫമറത്ത് ബി, അവൾ ചുമന്നു ഒരു നേരിയ ഗർഭം. ഒരു നേരിയ ഗർഭം, അതുമായി അവൾ നടന്നു. ഒന്നും അവൾക്ക് പ്രയാസമായി തോന്നിയില്ല. എന്നാൽ അവർ ആവരണം ചെയ്തപ്പോൾ അവളുടെ ഗർഭാശയത്തിൽ അവൾ പടച്ചതമ്പുരാൻ നൽകിയ അണ്ടവുമായി തന്റെ ഇണയിൽ നിന്നൊരു ബീജം കൂടിച്ചേർന്നിട്ടുണ്ട്. അതാണ് അവൾ ധരിച്ചിട്ടുള്ള ഗർഭം. അതുകൊണ്ട് അവൾക്ക് അതൊരു അലോസരമായി തോന്നിയില്ല.
ഫമറത് ബിഹി. പിന്നെ അങ്ങോട്ട് പോയപ്പോൾ ഫലമ്മ അസ്ഖലത്, ഭാരം കൂടിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇതാ വരാൻ പോകുന്നു ഒരു പിൻതലമുറ. അവർ രണ്ടുപേരും അവരുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിച്ചു. ദഅവല്ലാഹ റബ്ബഹുമാ, അവരുടെ രക്ഷിതാവായ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. ലഇൻ ആതൈതനാ സാലിഹൻ ലനകൂനന്ന മിനശ് ശാകിരീൻ, ഒരു നല്ല കുട്ടിയെ ഞങ്ങൾക്ക് നീ തന്നാൽ ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും. അല്ലാഹു കൊടുത്തു, ഒരു നല്ല കുട്ടിയെ കൊടുത്തു. ചോദിച്ചത് കിട്ടിയപ്പോൾ തലതിരിഞ്ഞു. യജഅല ലഹു ശുറക്ക, ആ അല്ലാഹുവിൽ അവർ പങ്കുചേർത്തു. ഫതആല അല്ലാഹു അമ്മാ യുശ്രികൂൻ, പങ്കുചേർക്കുന്നതിൽ നിന്നൊക്കെ പടച്ച തമ്പുരാൻ അതീതനാണല്ലോ. അവൻ സ്രഷ്ടാവാണല്ലോ, രക്ഷിതാവാണല്ലോ, ഉടമസ്ഥനാണല്ലോ, നിയന്താവാണല്ലോ. അവൻ പിതാവല്ലല്ലോ, പുത്രനല്ലല്ലോ, അതേപോലെ മനുഷ്യർ സങ്കല്പിക്കുന്ന ഒന്നുമല്ലല്ലോ അവൻ. മനുഷ്യന്റെ സങ്കല്പങ്ങൾക്കതീതമായി, അല്ല ജീവജാലങ്ങളുടെ സങ്കല്പങ്ങൾക്കതീതമായി, പ്രപഞ്ചത്തിലെ മുഴുവൻ ചരാചരങ്ങളുടെയും സങ്കല്പങ്ങൾക്കതീതമായി ഫതആല അല്ലാഹു അമ്മാ യുശ്രികൂൻ. അവർ ചെയ്ത അനീതി, അല്ലാഹുവിനോട് ചോദിച്ചിട്ട് അവൻ കൊടുത്ത കുട്ടി, ആ നല്ല കുട്ടിക്ക് അവർക്ക് കിട്ടിയ അനുഗ്രഹം, അതിന് നന്ദി രേഖപ്പെടുത്തുന്നതിന് പകരം ആ കുട്ടിയെ കൊടുത്ത പഠിച്ചവനിൽ അവർ പങ്കാളികളെ ചേർത്തു. പങ്കാളികളെ ചേർക്കുന്നതിന്റെ തുടക്കം ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചപ്പോൾ തന്നെ കഥകൾ ഒരുപാട് ഇവിടെ ഉണ്ട്. നമ്മളെ തഫ്സീറുകളിൽ കടന്നുകൂടിയിട്ടുള്ള ഒരുപാട് കഥകളുണ്ട്. ഒക്കെ ഇസ്രായേലിയാത്ത് കെട്ട് കഥകളാണ്. എഴുതപ്പെട്ടത് നമ്മുടെ അറബി കിതാബുകളിലാണെങ്കിലും അടിസ്ഥാന രേഖകളില്ലാത്ത കെട്ടുകഥകൾ മാത്രം. അത് നബി അലൈഹിസ്സലാമിന്റെയും ഹവ്വാ റളിയല്ലാഹു അൻഹയുടെയും സംഭവമാണിത് എന്ന് വിവരിച്ച തഫ്സീറുകൾ നമുക്ക് കാണാം. കുട്ടികൾ ജനിക്കുന്നതൊക്കെ മരിച്ചു പോകുന്നത് കൊണ്ട് ശൈത്താൻ ചെന്നിട്ട്, ഇബ്ലീസ് ചെന്നിട്ട് ഹവ്വാവിനോട് പറഞ്ഞത്രേ, ഇനി നീ ഗർഭം ധരിച്ച കുട്ടിക്ക് ഞാൻ പറയുന്ന പേരിട്ടാൽ ആ കുട്ടി മരിക്കില്ല. എന്നിട്ട് എന്താ പേര് എന്ന് ചോദിച്ചപ്പോൾ അബ്ദുൽ ഹാരിസ് എന്ന് പേരിട്ടു. അബ്ദുൽ ഹാരിസ് ശൈത്താന്റെ പേരാണ്. അപ്പൊ ഇബ്ലീസിന്റെ അടിമ എന്ന് പേരിടാൻ പറഞ്ഞു. അവരത് അംഗീകരിച്ചു. അങ്ങനെ ഭർത്താവിനോട് പറഞ്ഞു, ഇങ്ങനെ പേരിട്ട കുട്ടി മരിക്കൂല. ഭർത്താവും അത് അംഗീകരിച്ചു. അങ്ങനെയാണ് ആദ്യത്തെ കുട്ടി മരിക്കാതെ കിട്ടിയത് എന്നാണ് കഥ. അതൊക്കെ ഇസ്രായേലിയാത്ത് കെട്ടിയുണ്ടാക്കിയാണ്. ആകപ്പാടെ അവർക്ക് പെണ്ണുങ്ങളെ തരംതാഴ്ത്തുന്ന പണിയാണല്ലോ. ഇസ്രായേലിയാത്ത് മാത്രമല്ല, ലോകത്ത് മതങ്ങളുടേതായി അറിയപ്പെടുന്ന മുഴുവൻ പുരാണങ്ങളിലും സ്ഥിതി ചെയ്യുന്നത് പെണ്ണുങ്ങളെ അടിച്ചമർത്തുന്ന കഥകളാണ്. എല്ലാ കുറ്റവും സ്ത്രീകളുടെ തലയിൽ അടിച്ചു വെച്ചുകൊണ്ട് ഏൽപ്പിച്ചുകൊണ്ട് നാശത്തിന്റെ കാരണക്കാരവരാണ് എന്ന് വിവരിക്കാത്ത ഒരു മതപുരാണവും ഈ ലോകത്ത് ഇപ്പോഴും നിലവിലില്ല. മുസ്ലിം ജാതി സമുദായത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള കെട്ടുകഥകളും അതുതന്നെയാണ്. അതുകൊണ്ട് മുസ്ലിം ജാതി സമുദായവും സ്ത്രീകളെ രണ്ടാം കിട പൗരത്വം തന്നെയല്ല അവർക്ക്, അങ്ങനെയാണ് അവരെയും കാണുന്നത്. പരിശുദ്ധ ഖുർആൻ ആരോപണങ്ങൾ പുരുഷന്റെ മേൽ തിരിച്ചുവിട്ടുകൊണ്ട് സ്ത്രീയുടെ നേരെ തിരിച്ചുവിടാതെയാണ് സംഭവം വിവരിച്ചത്. ആദമു റബ്ബഹു ഫഗവാ, ആദം തന്റെ രക്ഷിതാവിന്റെ കൽപ്പന ലംഘിച്ചു. അദ്ദേഹം ഒരു ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു അത് ലംഘിച്ചത്, അത് നേടാൻ കഴിഞ്ഞില്ല. ഹവ്വാ അവിടെ ഖുർആനിന്റെ പരാമർശത്തിലേ വന്നില്ല. പരാമർശത്തിൽ വന്നില്ല എന്ന് മാത്രമല്ല, ഖുർആനിൽ എവിടെയും ഹവ്വാ എന്ന പേരും പറഞ്ഞില്ല. അതൊക്കെ ഹദീസുകളിലുണ്ട്. ഹവ്വാ എന്ന് പറയുന്ന ഇണ തുണ എന്നല്ലാതെ, സൗജ എന്നല്ലാതെ ഖുർആൻ പേര് പറഞ്ഞിട്ടില്ല. ആദമിന്റെ പേര് പറഞ്ഞു.
ആദം അല്ലാഹുവിന്റെ കൽപ്പന ലംഘിച്ചു. കുറ്റക്കാരനെ പുരുഷനായി ചിത്രീകരിച്ച ഒരു വേദഗ്രന്ഥം ഈ ലോകത്തുണ്ടെങ്കിൽ അത് ഖുർആൻ മാത്രമാണ്. ബൈബിൾ പരിശോധിക്കൂ. അതേപോലെ ലോകത്ത് നിലവിലുള്ള ചിരപുരാതന വേദഗ്രന്ഥങ്ങളെന്ന് അവകാശപ്പെടുന്നവയെ പരിശോധിച്ചു നോക്കൂ. പുരാണങ്ങൾ പരിശോധിച്ചു നോക്കൂ. അവിടെയൊന്നും പുരുഷൻ കുറ്റക്കാരനല്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ എന്ന് പറയുന്ന വിമോചന ഗ്രന്ഥം കയ്യിലെടുത്തുകൊണ്ട്, നിയമസംഹിത കയ്യിലെടുത്തുകൊണ്ട് ലോകത്ത് മോചിപ്പിച്ചത് അടിച്ചമർക്കപ്പെട്ട പെണ്ണിനെയായിരുന്നു എന്ന യാഥാർത്ഥ്യം നമുക്കവിടെ അങ്ങോട്ട് ബോധ്യം വരും. അതുകൊണ്ട് ആ കെട്ടുകഥകൾ മാറ്റിവെച്ചുകൊണ്ട് ശിർക്കിന്റെ തുടക്കം കുറിക്കുന്നത് മനുഷ്യന് ജന്മം തുടങ്ങിയത് മുതലാണ്. ഇണതുണകൾ ജീവിതം ആരംഭിച്ച് പടച്ചതമ്പുരാൻ നൽകിയ ആ പിഞ്ചോമന കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയിട്ട് അത് നൽകിയ പടച്ചതമ്പുരാനിൽ പങ്കുകാരെ ചേർക്കുവാനുള്ള ദാർഢ്യം മനുഷ്യൻ കാണിച്ചു. ഇതാണ് അവിടെ പഠിപ്പിക്കുന്നത്. അല്ലാതെ ഒരു കഥ പറയുകയല്ല. എന്നിട്ട് അവിടെ അങ്ങനെ ചോദിക്കുകയാണ് നമ്മളോട്, അല്ല എന്താണ് ഈ ചെയ്തത്, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ ചെയ്തത്? അയുശ്രിക്കൂനൽ മാലാ യഖ്ലുഖു, സൃഷ്ടിച്ചിട്ടില്ലാത്ത, സൃഷ്ടിക്കാൻ കഴിയാത്ത വസ്തുക്കളെയാണോ ഇവർ പങ്കു ചേർക്കുന്നത്? അല്ല, അതല്ലല്ലോ. അതിനേക്കാൾ വലിയ അത്ഭുതം, അവര് പങ്കുചേർക്കുന്നവ സൃഷ്ടിക്കപ്പെട്ടവയാണല്ലോ. സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. അതല്ല, അല്ലാഹു സൃഷ്ടിച്ച സൃഷ്ടികളുടെ കോലം അവർ തന്നെ സൃഷ്ടിച്ചു വെച്ചതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ച നല്ലവരായ മനുഷ്യർ, നന്മ ചെയ്തുകൊണ്ട് കഴിഞ്ഞുകൂടിയിരുന്ന അവരെക്കുറിച്ച് മനസ്സിൽ തങ്ങി നിൽക്കുന്ന നല്ല നല്ല അഭിപ്രായങ്ങൾ, ആ നല്ല അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് ആ മനുഷ്യരുടെ മുമ്പിൽ ആ നല്ലവനായ മനുഷ്യന്റെ ഒരു പ്രതിമ കൊത്തിയുണ്ടാക്കി പ്രതിഷ്ഠിച്ചു. ശ്രീകൃഷ്ണനായാലും ശ്രീരാമനായാലും ശ്രീബുദ്ധനായാലും അതിന് അപ്പുറമുള്ളവരായാലും ഇപ്പുറമുള്ളവരായാലും, ലാത്തയും മുസ്സയും മനാത്തയും ഹുബലും വദ്ദും യഹൂസും യഹൂക്കും നസ്റും സുമാവുമൊക്കെ ഈ ലോകത്ത് കഴിഞ്ഞു കടന്നുപോയ നല്ലവരായ മനുഷ്യരുടെ ചിഹ്നങ്ങളാണ്. ആ ചിഹ്നങ്ങൾ അവരോടുള്ള സ്മരണ നിലനിർത്തുവാൻ വേണ്ടി പ്രതിഷ്ഠിച്ചു. അല്ല, നിങ്ങൾക്കറിഞ്ഞുകൂടെ ആ ചരിത്ര പുരുഷന്മാരെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. അവരുടെ കോലങ്ങൾ ഇവിടെ കൊത്തിയുണ്ടാക്കിയത് നിങ്ങളാണ്. അയുശ്രിക്കൂന മാ ലാ യഖ്ലുഖു, പഠിച്ചിട്ടില്ലാത്ത വസ്തുക്കളെയാണോ ഇവർ പങ്കുചേർക്കുന്നത്? പഠിച്ചിട്ടില്ല ഇവര്, ഇതിനെയാണോ പങ്കുചേർക്കുന്നത്? അതല്ല, അതിനേക്കാൾ അത്ഭുതം, അവര് തന്നെ സൃഷ്ടികളല്ലേ. ഈ സൃഷ്ടികളെ നിങ്ങൾ പങ്കുചേർക്കുകയാണോ? നിങ്ങൾക്കറിഞ്ഞുകൂടെ ഇതിനുണ്ടാക്കിയത് നിങ്ങളാണ്? ഹുബലിനെ നിങ്ങളല്ലേ ഉണ്ടാക്കിയത്, ഉസ്സയെ നിങ്ങളല്ലേ ഉണ്ടാക്കിയത്? ഒരുപാട് കാലം മുമ്പത്തെ സംഭവമാണെങ്കിൽ ആധുനിക കാലഘട്ടത്തിലെ സംഭവങ്ങൾ വെക്കൂ. ഒരു ജാതി സമുദായത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി പണിയെടുത്ത, അങ്ങനെയല്ല, മനുഷ്യ സമൂഹത്തിന്റെ തന്നെ സംസ്കരണത്തിന് വേണ്ടി പണിയെടുത്ത, കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പൊ അടുത്ത് മരിച്ചുപോയ ശ്രീനാരായണ ഗുരു, അദ്ദേഹത്തിന്റെ പ്രതിമയെ കൊത്തിയുണ്ടാക്കിയ നിങ്ങളല്ലേ? അദ്ദേഹത്തെ പഠിച്ചത് അല്ലാഹുവല്ലേ? ഇതിനെയാണോ നിങ്ങൾ പങ്കുചേർക്കുന്നത്? അല്ല, സഹായം കിട്ടുമെന്നതാണല്ലോ നിങ്ങളുടെ വിചാരം. നിങ്ങളെ സഹായിക്കുവാൻ അവർക്ക് കഴിയില്ലല്ലോ. അല്ല, അവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ലെന്നല്ല, അവർക്ക് അവരെ തന്നെ സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അവരുണ്ടായിരുന്നല്ലോ ഈ ഭൂമിയിൽ, അവരിഷ്ടപ്പെടാതെയല്ലേ ഈ ഭൂമിയിൽ നിന്ന് പോയത്. അവർ ജനിച്ചവരായിരുന്നല്ലോ, അവർ ജീവിച്ചിരുന്നുവല്ലോ, അവർ മരിച്ചുപോയില്ലേ? മരിക്കാൻ ഇഷ്ടപ്പെട്ടിട്ട് മരിച്ചുപോയവരാണോ അവർ? അവരെ സഹായിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ലല്ലോ. അവരെ തന്നെ സഹായിക്കാൻ കഴിയാത്ത അവർ, അവരെ പൂജിക്കുന്ന നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നത് എന്തുമാത്രം മൗഢ്യമാണ്.
നിങ്ങൾ വിളിച്ചു നോക്കൂ അവരെ. നല്ല വഴിയിലേക്ക് നിങ്ങൾ വിളിക്കൂ. ഇല്ല, വരില്ലല്ലോ. അവർ വരാൻ അവർക്ക് കഴിയില്ല. അതേപോലെ തന്നെ നിങ്ങളെ പിൻപറ്റുകയില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ അള്ളാഹുവിനെ വിട്ടുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ വസ്തുക്കളും ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെയുള്ള അടിയാറുകൾ മാത്രമാണ്. അബ്ദിന്റെ ബഹുവചനമാണ് ഇബാദ്. നിങ്ങൾ അടിമകളാണ്, നിങ്ങളെപ്പോലെയുള്ള അടിമകളാണവർ. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ പൂജിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, ഇവിടെ നിങ്ങൾ വിശ്വസിക്കുന്ന മുഴുവൻ കൃത്രിമ ദൈവങ്ങളും ഇബാദുൻ അംസാലുക്കും നിങ്ങളെപ്പോലെയുള്ള അടിമകൾ മാത്രമാണ്. അടിമകൾക്ക് അടിമകളെ രക്ഷിക്കാൻ കഴിയുമോ? അടിമകളെ രക്ഷിക്കുവാൻ യജമാനൻ വേണ്ടേ? ആ യജമാനൻ ഒരുത്തനേ ഉള്ളല്ലോ, അത് അല്ലാഹുവാണല്ലോ. അല്ലാഹു അല്ലാത്ത ഒരു യജമാനനെ നിങ്ങൾ സങ്കല്പിക്കൂ. ആ യജമാനൻ ഈ ലോകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ലല്ലോ. അവര് നിങ്ങളുടെ യജമാനന്മാരല്ല ഈ ലോകത്തുള്ള ആരും, നിങ്ങളെപ്പോലെയുള്ള അടിമകൾ. വേണമെങ്കിൽ നിങ്ങൾ നോക്കൂ, കാലുണ്ടല്ലോ അവർക്ക്, പക്ഷെ നടക്കാൻ പറ്റുന്ന കാലുണ്ടോ? കണ്ണും കാതും കയ്യുമുണ്ടല്ലോ, എടുക്കാനും കൊടുക്കാനും വാങ്ങാനും പറ്റുന്ന കൈയാണോ? കാണാൻ പറ്റുന്ന കണ്ണുകളാണോ? കേൾക്കാൻ പറ്റുന്ന കാതുകളാണോ? എന്താ നിങ്ങളിങ്ങനെ ചിന്തിക്കാത്തത്? എന്താ ഒന്ന് ആലോചിച്ച് നോക്കൂടെ? നടക്കാൻ പറ്റാത്ത കാലുകൾ, പിടിക്കാൻ പറ്റാത്ത കൈകൾ, കൊടുക്കാൻ പറ്റാത്ത കൈകൾ, വാങ്ങാൻ പറ്റാത്ത കൈകൾ, ആ കൈകളോടുകൂടിയ ഈ സാധനം നിങ്ങൾക്ക് എന്തെങ്കിലും തരുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? എന്തൊരു കഷ്ടം നിങ്ങളുടെ കാര്യം. കണ്ണുണ്ടല്ലോ, നിങ്ങൾ വെച്ചുപിടിപ്പിച്ച കണ്ണ്, കണ്ടാൽ തോന്നും അത് കാഴ്ചയുള്ളതാണെന്ന്, കാണുന്നില്ലല്ലോ. കാതുണ്ടല്ലോ, നിങ്ങൾ ഉണ്ടാക്കിയ കാത്, അതിനകത്തേക്കൊന്നും കടന്നു ചെല്ലുന്നില്ലല്ലോ, കേൾക്കണില്ലല്ലോ. വിളിച്ചു നോക്കൂ, കേൾക്കൂല. അതുകൊണ്ട് ഞാനിതാ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും കൂടി, നിങ്ങളുടെ മുഴുവൻ ദൈവങ്ങളും കൂടി എനിക്കെതിരിൽ ഒരു തന്ത്രം മെനയോ നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനോട് വെല്ലുവിളിക്കുവാൻ അള്ളാഹു പറയുകയാണ്. ലോകത്ത് മുഴുവൻ നിലനിൽക്കുന്ന മുഴുവൻ കൃത്രിമ ദൈവങ്ങളുടെയും ജാതി സമുദായങ്ങളുടെയും മനസ്സിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പടച്ച തമ്പുരാൻ മുഹമ്മദ് നബിയോട് വെല്ലുവിളിക്കാൻ പറയുകയാണ്. കൊണ്ടുവരൂ, നിങ്ങൾ എല്ലാവരെയും വിളിച്ചോളൂ. എന്നിട്ട് എനിക്കെതിരിൽ ഒരു തന്ത്രം മെനയോ നിങ്ങൾ. വൈകിക്കണ്ട, താമസിപ്പിക്കണ്ട, ഇപ്പൊ തന്നെ. നേരിടാൻ കഴിഞ്ഞില്ലല്ലോ. എന്നിട്ട് ആ പ്രവാചകൻ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ഇന്ന വലിയല്ലാഹ്, എന്നെ രക്ഷിക്കുന്നത് അല്ലാഹുവാണ്. അതേ സ്രഷ്ടാവായ, രക്ഷിതാവായ, ഉടമസ്ഥനായ, നിയന്താവായ, ഈ പ്രകൃതിയുടെ നിയാമകനായ അല്ലാഹു, അവനാണ് എന്നെ രക്ഷിക്കുന്നവൻ. അവനെ എന്നെ രക്ഷിക്കാൻ കഴിയൂ. അവന് മാത്രമേ നിങ്ങളെയും രക്ഷിക്കാൻ കഴിയൂ. അവന് മാത്രമേ ഈ പ്രപഞ്ചത്തെ മുഴുവൻ രക്ഷിക്കാൻ കഴിയൂ. അവൻ ആരാണെന്നോ, അവൻ നിങ്ങളീ വിചാരിക്കുന്ന ഒരുവനല്ല, നിങ്ങൾ കരുതിയിട്ടുള്ള ഒരുവനല്ല, പൂജ കൊണ്ട് തൃപ്തിപ്പെടുന്നവനല്ല, ആരാധന കൊണ്ട് സംതൃപ്തനാകുന്നവനല്ല, നിങ്ങളുടെ പ്രാർത്ഥനയിൽ മാത്രം സംതൃപ്തനാകുന്നവനല്ല. എന്നെ രക്ഷിക്കുവാൻ ചുമതലയേറ്റെടുത്തിട്ടുള്ള എന്റെ അല്ലാഹു അല്ലദീ നസ്സലൽ കിതാബ്, ഈ ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങൾക്കും മാർഗദർശനം നൽകുന്ന നിയമസംഹിത ആരാണോ അവതരിപ്പിച്ചത് അവനാണ് അല്ലാഹു. ആ നിയമസംഹിത അംഗീകരിച്ച് ജീവിക്കുന്നവരെ അവന് വേണ്ടതുള്ളൂ. ആ നിയമസംഹിതയ്ക്ക് വിരുദ്ധമായി ജീവിക്കുന്ന നിങ്ങൾ ഏത് ആരാധനാലയത്തിൽ പോയി പൂജ നടത്തിയാലും അവരെ അല്ലാഹുവിന് വേണ്ട. അവരുടെ പൂജയും അല്ലാഹുവിന് വേണ്ട, അവരുടെ പ്രാർത്ഥനയും അല്ലാഹുവിന് വേണ്ട, അവരുടെ ആരാധനയും അല്ലാഹുവിന് വേണ്ട. ഇന്ന വലിയല്ലാഹ് അല്ലദീ നസ്സലൽ കിതാബ് വഹുവ യതവല്ല സ്സാലിഹീൻ. നിയമസംഹിത അവതരിപ്പിച്ചത് ആരാണോ
അവനാണ് അല്ലാഹു. ആ അല്ലാഹുവാണ് എന്റെ രക്ഷിതാവ്. നല്ലവരായ മുഴുവൻ മനുഷ്യരെയും ഈ മാർഗത്തിൽ, ഇതേ മാർഗത്തിൽ മുമ്പോട്ട് പോകുന്ന നല്ലവരായ മുഴുവൻ മനുഷ്യരെയും രക്ഷിക്കുവാൻ ചുമതലപ്പെട്ടവൻ അവനാണ്. എന്നെ മാത്രമല്ല, ഞാൻ കാണിച്ചു തന്ന ആ നിയമസംഹിതയുടെ അടിസ്ഥാനത്തിൽ ജീവിച്ചു മുമ്പോട്ട് പോകുന്ന മുഴുവൻ ആളുകളെയും അവനാണ് രക്ഷിക്കുക. അവനാണ് എന്റെ രക്ഷിതാവ്. അതെ, ആ രക്ഷിതാവിൽ അഭയം തേടിക്കൊണ്ട്, ആ രക്ഷിതാവിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട്, ആ രക്ഷിതാവ് അവതരിപ്പിച്ച നിയമസംഹിത ഈ ലോകത്ത് നടപ്പിലാക്കുവാൻ വേണ്ടി പണിയെടുക്കുക. ആ പണിയെടുക്കുന്നവർക്ക് മാത്രമേ ഈ ലോകത്ത് പ്രതിസന്ധിയുള്ളൂ. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു, ലോകത്ത് നിലവിലുള്ള അനേകായിരം ആരാധനാലയങ്ങളിൽ, എണ്ണമറ്റ ആരാധനാലയങ്ങളിൽ പോയി പൂജാവഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ച് നിസ്കരിച്ച് പ്രാർത്ഥന നടത്തി തിരിച്ചു പോകുന്ന ആളുകൾക്ക് ഇവിടെ വല്ല മാർഗതടസ്സവുമുണ്ടോ? എവിടെയെങ്കിലുമുണ്ടോ? ഏകാധിപതികൾ ഭരിക്കുന്നിടത്തുണ്ടോ? സ്വച്ഛാധിപതികൾ ഭരിക്കുന്നിടത്തുണ്ടോ? മനുഷ്യനിർമ്മിത ഇസ്സങ്ങൾ ഭരിക്കുന്നിടത്തുണ്ടോ? പടച്ചതമ്പുരാനെ നിഷേധിക്കുന്ന വിഭാഗത്തിന് ആധിപത്യമുള്ള മേഖലകളിലുണ്ടോ? ഇസ്രായേലിയരിലുണ്ടോ? ജൂതന്മാരുടെ മേഖലകളിലുണ്ടോ? അതേപോലെ കമ്മ്യൂണിസ്റ്റ് സാമ്രാജ്യങ്ങളിലുണ്ടോ? ക്യാപിറ്റലിസ്റ്റ് സാമ്രാജ്യങ്ങളിലുണ്ടോ? അമേരിക്കകളിലോ സാമ്രാജ്യ മേഖലകളിലോ ഉണ്ടോ? ഏകാധിപതികൾ ഭരിക്കുന്ന അറേബ്യൻ മേഖലകളിലുണ്ടോ? അള്ളാഹുവിന്റെ പള്ളികളിൽ വന്ന്, അതല്ലെങ്കിൽ അതേപോലെയുള്ള ആരാധനാലയങ്ങളിൽ പോയി പൂജയും വഴിപാടും പ്രാർത്ഥനയും നിസ്കാരവും നടത്തി തിരിച്ചു പോകുന്നവരെ വഴിയിൽ വെച്ച് ആരെങ്കിലും തടഞ്ഞു നിർത്തി മാർഗതടസ്സം സൃഷ്ടിക്കാറുണ്ടോ? അതേസമയമുണ്ട്, അമേരിക്കയിൽ പാടില്ല, യൂറോപ്പിൽ പാടില്ല, റഷ്യയിൽ പാടില്ല, പരിശുദ്ധ ഖുർആൻ അവതീർണമായ കഅബയുടെ ആധിപത്യം കയ്യിലെടുത്തിട്ടുള്ള മക്കയിൽ പോലും പാടില്ല. ആർക്ക്? ഈ ഖുർആൻ അനുസരിച്ച്, പടച്ചതമ്പുരാൻ ഇറക്കിത്തന്ന നിയമസംഹിത അനുസരിച്ച് മനുഷ്യൻ ജീവിക്കണം, മനുഷ്യർ ലോകത്തെ ഭരിക്കണം, ഭരണാധികാരി ഈ നിയമസംഹിത അനുസരിച്ച് ഭരിക്കണം, ഭരണീയന് ഈ നിയമസംഹിത അനുസരിച്ച് ജീവിക്കണം എന്ന് പറയുന്ന മനുഷ്യന്റെ കർമ്മജീവിതത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന സന്ദേശവുമായി ഇറങ്ങിച്ചെല്ലുന്നവർക്ക് മാർഗതടസ്സം. അവർ തടയപ്പെടുന്നു, അവർ നിരോധിക്കപ്പെടുന്നു, അവർക്ക് പ്രവേശനമില്ല, അവർക്ക് പരസ്യ പ്രബോധനത്തിന് അനുവാദമില്ല. പള്ളികളിൽ പ്രവേശനമില്ല, ആരാധനാലയങ്ങളിൽ പ്രവേശനമില്ല. ബാക്കി പൂജകളും വഴിപാടുകളും നടത്തുവാൻ പൂർണ്ണ സ്വാതന്ത്ര്യം. ഏത് ശിർക്കിനെയാണ് പരിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്യുന്നത്? ഏത് ശിർക്കിനെയാണ് ലോകത്ത് കഴിഞ്ഞു കടന്നു പോകുന്ന പ്രവാചകന്മാർ കൈകാര്യം ചെയ്തത് എന്ന് മനസ്സിലാക്കുവാൻ ഒരു സൂചന മാത്രം നൽകുകയാണ്. ആ ശിർക്ക് ഏതായിരുന്നു? ഏത് ശിർക്കിനെയായിരുന്നു അള്ളാഹുവിന്റെ അംബിയാ മുർസലുകൾ അവരവരുടെ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യന്മാരുടെ മുമ്പിൽ സന്ദേശം അവതരിപ്പിച്ചുകൊണ്ട് അവര് പ്രതികരിച്ചതും അവരെതിർത്തതും എന്ന് മനസ്സിലാക്കുവാൻ ഒരു സൂചന മാത്രം. ശിർക്ക് എന്ത്? ആ ശിർക്കിന്റെ മറുഭാഗത്തുള്ള വഹ്ദാനിയത്ത് എന്ത്? എന്താണ് അള്ളാഹുവിന്റെ സന്ദേശം? ആ സന്ദേശം ഏറ്റെടുത്തിട്ടുള്ള ആൾക്കാര് ഏത് മനസ്സോടുകൂടി അത് ഏറ്റെടുക്കണം? ഇന്ന വലിയല്ലാഹ്, ഇന്ന വലിയല്ലാഹ്, എന്റെ രക്ഷിതാവ്, എന്നെ രക്ഷിക്കുന്നവൻ അല്ലാഹുവാകുന്നു. അല്ലദീ നസ്സലൽ കിതാബ്, മനുഷ്യ സമൂഹത്തിന് ജീവിക്കുവാൻ ആവശ്യമായ നിയമസംഹിതകളുമായി ഈ ലോകത്ത് പടച്ചതമ്പുരാൻ ഇറക്കിക്കൊടുത്തിട്ടുള്ള ആ ദിവ്യ സന്ദേശമുണ്ടല്ലോ, ആ സന്ദേശം ഇറക്കിത്തന്ന പടച്ചതമ്പുരാൻ അവനാണ് എന്നെ രക്ഷിക്കും എന്നേറ്റിട്ടുള്ളത്. ആ സന്ദേശം ഏറ്റെടുത്ത മുഴുവൻ ആളുകളെയും ആ പടച്ചതമ്പുരാൻ രക്ഷിക്കും. വഹുവയതവല്ല സ്വാലിഹീൻ. അതല്ലാത്ത ഒരു രക്ഷ ഈ ലോകത്ത് മനുഷ്യർ എത്ര സന്തോഷത്തിൽ ജീവിച്ചാലും ദുഃഖത്തിൽ ജീവിച്ചാലും ഉണ്ടാവുകയില്ല.
ജനിച്ചു, ജീവിച്ചു, അനിവാര്യമാണ് മരണം. അതിനെ തടുക്കുവാൻ ഈ ലോകത്താർക്കും സാധ്യമല്ല. അതുകൊണ്ട് സ്വന്തത്തെ രക്ഷിക്കുവാൻ കഴിയാത്ത മനുഷ്യർ മറ്റുള്ളവരെ രക്ഷിക്കുകയില്ല. ശിർക്കിന്റെ ആത്മീയ വശവും അതിന്റെ ഭൗതിക വശവും തുടർന്ന് വിവരിക്കപ്പെടേണ്ടതാണ്. അല്ലാഹു നമ്മെ അവന്റെ സൽജനങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ.